പ്രേക്ഷകർക്ക് മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങളെ അവഗണിച്ചു പോയ വ്യക്തി ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ ഓർക്കും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾ രണ്ട് ഫയലുകൾ, രണ്ട് സൂര്യൻ, രണ്ട് ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. കോമൺ റീഡിംഗ് ആണ്, ടറോട്ട് കാർഡ് റീഡിംഗ് ആണ് രണ്ട് ഫയലുകൾക്കും ഉള്ളത്. ഇത് ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമാകും. തീർച്ചയായിട്ടും എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല. റെസിനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് മജീഷ്യൻ എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങളുടെ വ്യക്തി ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കുമോ? എന്താണ് ആ വ്യക്തിയുടെ അവസ്ഥ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. മജീഷ്യൻ എന്ന കാർഡ് ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവ് എനർജിയുള്ളൊരു കാർഡാണ്. ഇവിടെ ആശയും സാധ്യതകളും അവസരങ്ങളുമാണുള്ളത്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കാനും ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ വീണ്ടും എത്താനും, നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ പല നിർണായകമായ ഡെവലപ്മെൻറ്റ്സ് ഇനിയും ഉണ്ടാകാൻ സാധ്യതയാണ്. ഒരിക്കൽ നിങ്ങളെ വെറുത്ത് അല്ലെങ്കിൽ നിങ്ങളെ ഉൾക്കൊള്ളാതെ പോയ ഒരു വ്യക്തി വീണ്ടും തിരിച്ചു വരുന്നു, അതിൻ്റെ സാധ്യതകൾ കാണുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒട്ടും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയുന്നൊരു കാര്യം സംഭവിക്കാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തി ഇനിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയില്ല, എത്തുകയില്ല എന്നുള്ള നിങ്ങളുടെ തീരുമാനത്തെ, നിങ്ങളുടെ ആ ചിന്തയെ, വിശ്വാസത്തെ മാറ്റിമറിക്കുന്ന രീതിയിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. ഒരാൾ കാർഡ് ഉയർത്തിപ്പിടിച്ച നിലയിലാണ് നമ്മൾ കാണുന്നത്. കൈ ഉയർത്തിപ്പിടിക്കുകയാണ്. ഈ കാർഡിൽ നിങ്ങൾ കാണുന്നത് ഒരു വ്യക്തി കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു, ഒരു കൈ താഴേക്കും. ആ വ്യക്തിയുടെ ആത്മീയവും ഭൗതികവുമായ തീരുമാനങ്ങളിൽ നിങ്ങളുണ്ട്. യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തും ആ വ്യക്തി സ്വപ്നം കാണുന്ന ലോകത്തും തീർച്ചയായിട്ടും നിങ്ങളുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സാമീപ്യവും ഒക്കെ ഇവിടെ ഉണ്ടാകുകയാണ്. ഈ ലോകത്തും സ്വപ്ന ലോകത്തും യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തും ഒക്കെ ആ വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ മനസ്സും ആ വ്യക്തിയുടെ ഭൗതികമായ ആഗ്രഹങ്ങളും എല്ലാം നിങ്ങളിലേക്ക് വീണ്ടും എത്താനുള്ള പ്രചോദനം ഉണ്ടാകുന്നു. ആ വ്യക്തിക്ക് ജീവിതത്തിലെ ഭൗതികമായ സമ്മർദ്ദങ്ങളും മനസ്സിലും ആത്മീയമായ സമ്മർദ്ദങ്ങളും നിങ്ങളിലേക്ക് തിരിച്ചെത്തുവാനാണ്. നിങ്ങളെക്കുറിച്ചുള്ളൊരു പോസിറ്റീവ് ചിന്ത അവിടെ ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാർഡിൻ്റെ മുമ്പിൽ നിങ്ങൾ മേശയും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കുറേ സാമഗ്രികളൊക്കെ കാണുന്നുണ്ട്. അതായത് സാധ്യതകളാണ്. വീണ്ടും എന്തെങ്കിലും ഈ കാര്യത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായി സംഭവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അനുകൂലമായി പോസിറ്റീവായി ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. ആ വ്യക്തി നിങ്ങളിലേക്ക് എന്തായാലും എത്തിയിരിക്കും. ഈ കാർഡിലുള്ള വ്യക്തിയുടെ മുകളിൽ ഒരു ചിഹ്നം കാണാം. ആ വ്യക്തി എവിടെ പോയാലും, എത്ര അകലെ പോയാലും, ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും ഇനി ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഈ നിമിഷം മുതൽ ആ വ്യക്തിക്ക് ഒളിച്ചോടാൻ കഴിയില്ല. ആ വ്യക്തിയുടെ ചിന്തയിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കും. ആ വ്യക്തിക്ക് ഒരിക്കലും അതിൽ നിന്നൊന്ന് ഒളിച്ചോടി പോകാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാൻ കഴിയുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. ആ വ്യക്തി ഇപ്പോഴും ഇനിയും നിങ്ങളിലേക്ക് അടുക്കുന്നതിനെ തടയുന്ന ചില വ്യക്തികളുമുണ്ട്. ആ വ്യക്തിയെ മാനസികമായി പിന്തിരിപ്പിക്കുന്ന ചില ശക്തികളും അവിടെ ഉണ്ട് എന്ന് കാണാം. പക്ഷെ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട്, മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾ തിരിച്ചെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്തെ കാർഡ് ക്യൂൺസ് ഓഫ് വാൺസ് ആണ്. എല്ലാ ആഗ്രഹങ്ങളും സംഭവിക്കാൻ പോകുന്നു. ഒരുപാട് കാലഘട്ടത്തിൽ ആഗ്രഹങ്ങൾ നടക്കാതെ മാറി മാറി പോകേണ്ടി വന്നു. പക്ഷെ അതെല്ലാം മാറി ഇനി ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത ഉണ്ടാകുന്നു. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കുന്ന ആത്മവിശ്വാസവും മുന്നേറ്റവും ഒക്കെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. രണ്ടാമത്തെ കാർഡ് ക്യൂൺ ഓഫ് വാൺസ് ആണ്. ഇവിടെയൊരു രാജ്ഞിയെ കാണാം. രാജ്ഞി ഒരു സൂര്യകാന്തി പുഷ്പം പിടിച്ചിരിക്കുന്നു, ഒരു ദണ്ട് പിടിച്ചിരിക്കുന്നു.
സൂര്യകാന്തി പുഷ്പവും തണ്ടും അധികാരത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് നമുക്ക് കണക്കാക്കാം. പ്രതീക്ഷയുണ്ട്, പോസിറ്റീവ് എനർജിയുണ്ട്, എല്ലാം നിങ്ങളിലേക്ക് വരികയാണ്. ഇത്രയും കാലം നിങ്ങളെ അവഗണിച്ച ആ വ്യക്തിക്ക് കൃത്യമായ മറുപടി ലഭിച്ചിരിക്കുന്നു. മാനസികമായിട്ട് ആ വ്യക്തിയുടെ മനസ്സ് മാറുന്നു, നിങ്ങൾക്ക് അനുകൂലമായൊരു തരംഗം ഉണ്ടാകുന്നു. ആ ഒരു പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളെ അവഗണിച്ചു, ആ അവഗണിച്ചതിൽ വഴിയായിട്ട് നിങ്ങൾക്ക് വേദനയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കാര്യങ്ങൾ മാറി മറയുന്നു. ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു. കറുത്ത പൂച്ചയെ ഈ കാർഡിൽ കാണാം. കറുത്ത പൂച്ച രഹസ്യങ്ങളാണ്. രഹസ്യമായിരുന്ന പല ഘടകങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾക്കെതിരാണ് എല്ലാ കാര്യങ്ങളും എന്ന് നിങ്ങളും ചില ആളുകളൊക്കെ ചിന്തിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. നിങ്ങൾ പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകുന്നു. വലിയ തരത്തിലുള്ളൊരു ശക്തി നിങ്ങൾക്കതിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാര്യങ്ങൾ അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ആത്മവിശ്വാസം, സ്വാതന്ത്ര്യം, പ്രവർത്തിക്കാനുള്ള മികവ്, ഇതെല്ലാം വേണ്ടുവോളം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പോകുന്നു. എല്ലാ തലങ്ങളിലും നിങ്ങൾക്ക് വിജയം വരുന്നു. വിജയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു. ആത്മവിശ്വാസത്തോടെ ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നു. അങ്ങനെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പോകുന്നു. കാര്യങ്ങൾ മംഗളകരമായി മാറുന്നു, നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നു. ആ വ്യക്തിയുടെ മനസ്സിലെ ചിന്ത നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകുന്നു എന്നുള്ളതും ഇവിടെ പ്രസക്തമാണ്. കിങ് ഓഫ് വാൺസ് ആണ്. ക്യൂൺ ഓഫ് വാൺസും കിങ് ഓഫ് വാൺസും ഒരുമിച്ച് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അതായത് അധികാരവും കരുത്തും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഇരുദിശയിൽ നിന്നുണ്ടാകുന്നു. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്ന തലത്തിലേക്ക് എത്തുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മുന്നേറ്റം നിങ്ങൾക്കതിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് കൃത്യമാണ്. ആ മുന്നേറ്റം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ആ രാജാവിൻ്റെ കയ്യിലൊരു തണ്ടിരിപ്പുണ്ട്. അത് സൃഷ്ടിയുടെയും വളർച്ചയുടെയും ഒക്കെ പ്രതീകമാകാം. അതായത് നിങ്ങൾക്ക് അനുകൂലമായ വ്യക്തി ചിന്തിക്കുകയും അതുപോലെ നിങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബം പോലെ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ രീതിയിൽ ഒരേ ലക്ഷ്യത്തോടു കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് എത്തുന്നു. അതായത് നിങ്ങൾക്ക് അനുകൂലമാണ്. മുൻപ് ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചിരുന്നുവെങ്കിൽ അത് മാറി നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലേക്ക് ആ വ്യക്തി എത്തുകയാണ്. തീർച്ചയായിട്ടും സിംഹാസനത്തിലെ അലങ്കാരങ്ങൾ കാണാം. താഴെ ഒരു പല്ലി നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ആ കാർഡിൽ കാണാം. അതായത് ഒരേ സമയം ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരികയും അത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല, ആളുകളെ കാണിക്കാൻ വേണ്ടി എടുത്തൊരു തീരുമാനമല്ല. ആ വ്യക്തിയുടെ മനസ്സിൽ പല്ലി നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ആ കാർഡിൽ കാണാൻ കഴിയും. അതിനൊരു അർത്ഥം എന്ന് പറയുന്നത് സൂക്ഷ്മമായ ആ വ്യക്തി നിങ്ങളിലേക്ക് നോക്കിയിട്ടാണ് വരുന്നത്, അല്ലാതെ വൃഥാ വരുന്നതല്ല. സൂക്ഷ്മമായി ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് അനുകൂലമായ നടപടികളിലേക്ക് ആ വ്യക്തി എത്തുന്നു. നിങ്ങൾക്ക് കൃത്യമായൊരു മുന്നേറ്റം അതിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ആ വ്യക്തിക്ക് ഇത്രയും കാലം കൃത്യമായൊരു തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ വ്യക്തിക്ക് നേതൃത്വ പാഠവും വളർച്ചപരമായിട്ടുള്ള കാര്യങ്ങളും സൂക്ഷ്മജ്ഞാനവും ഒക്കെ വന്നിരിക്കുന്നു. അതായത് അപ്പോഴാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുമായിട്ട് എതിർത്ത് നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത തീരുമാനം മുമ്പെടുത്തതിൽ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് പങ്കില്ല എന്നുള്ളത് വ്യക്തമാണ്. ആ വ്യക്തിക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇത്തരം വിഷയങ്ങൾ ഇവിടെ ഉണ്ടായത്, അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് അതിവേഗം നാലാമത്തെ കാർഡിലേക്ക് പോകാം. നാലാമത്തെ കാർഡ് 3 ഓഫ് വാൺസ് ആണ്. ഒരു വ്യക്തി പുറംതിരിഞ്ഞ് നിൽക്കുന്നു. 3 കമ്പുകൾ കാണാം. ഇവിടെ കൃത്യമായൊരു സന്ദേശം നിങ്ങൾക്ക് നൽകാൻ ആ വ്യക്തി പുറംതിരിഞ്ഞ് നിന്ന ആ വ്യക്തിയുടെ നിലപാടുകൾ മാറുകയാണ്. ആ വ്യക്തിയെ പുറംതിരിച്ച് നിർത്തിയത് ചില ആളുകളാണ്, ചില ശക്തികളാണ്. ആ ശക്തികളുടെ പ്രവർത്തനങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചത് എന്നതിൻ്റെ കാരണം കൃത്യമായി നിങ്ങൾക്കിതിലൂടെ ലഭ്യമാണ്. ദൂരത്തേക്ക് നോക്കി പുറംതിരിഞ്ഞ് നിൽക്കുന്ന വ്യക്തി ഒരു പ്രതീകമാണ്. അവിടെ പശ്ചാത്തലത്തിൽ കടലും കപ്പലും കാണാം. അതായത് ആ വ്യക്തി ദൂരെയാണ്, ആ വ്യക്തി സ്ഥലത്തില്ലാതെ പോയത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയതിൻ്റെ ഒരു സൂചനയാണ്. ഒരുപക്ഷെ ആ സൂചന കൃത്യമായി നിങ്ങൾക്കതിൽ നിന്ന് കാണാൻ സാധിക്കും. അകന്നു പോയതിൻ്റേതായ ചില കാര്യങ്ങൾ നമുക്കവിടെ കൃത്യമായി കാണാൻ സാധിക്കും.
പക്ഷേ അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുമിച്ചുള്ള യാത്രയും പ്രതീക്ഷയും വ്യാപാരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തികമായിട്ട് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ചില സൂചനകളുമായിട്ട് കാണാം. ആ വ്യക്തിയുടെ നീണ്ട ദൂര കാഴ്ചപ്പാടുകളും ഇവിടെ നമുക്ക് സങ്കല്പിക്കാം, അല്ലെങ്കിൽ പ്രതീകമായിട്ടെടുക്കാം. ജീവിതത്തിലെ സാധ്യതകളും ജീവിതത്തിലെ പ്രതീക്ഷകളും പ്രതീക്ഷിച്ചിരുന്നാൽ ഒരുമിക്കാനും സന്തോഷിക്കാനുള്ള വക കിട്ടുമെന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രതീകമാണ്. നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. കാത്തിരിക്കുമ്പോൾ കടലും കപ്പലും ഒക്കെ എന്ന് പറയുന്നത്, കപ്പൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു സൗഭാഗ്യം ഉണ്ടാകുന്നതിൻ്റെ ചിഹ്നമാണ്. ആ കാർഡ് സൂക്ഷ്മമായി നോക്കുമ്പോൾ കടലും കപ്പലും നിങ്ങൾക്ക് കാണാം. കാത്തിരിപ്പിന് ഫലമുണ്ടാകുമെന്നുള്ള അതിപ്രധാനമുള്ളൊരു സൂചന നിങ്ങൾക്ക് നൽകപ്പെടുകയാണ്. നിങ്ങൾ കാത്തിരുന്നോളുക, അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് വരുന്നത്. കൂടാതെ ഒരുമിച്ചുള്ള യാത്രയും മുന്നേറ്റവും ഒക്കെ ഇവിടെ ദൃശ്യമാണ്. അത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും. അടുത്ത കാർഡ്, അതാ 5ാമത്തെ കാർഡ്, 8 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. വേഗതയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. വേഗത്തിലുള്ള മാറ്റങ്ങൾ, വിപ്ലവകരമായ മാറ്റങ്ങൾ. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നു. വളരെ പോസിറ്റീവായ മാറ്റങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പാത്രമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യതയോടെയുള്ള മാറ്റങ്ങൾ ദൃശ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ യാത്ര, സന്ദേശങ്ങൾ, പ്രവർത്തനങ്ങൾ, ആശയവിനിമയങ്ങൾ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു യാത്രക്ക് തയ്യാറായിട്ട് എടുക്കേണ്ടി വരും. അവിടെ നിങ്ങൾക്കൊരു ഭൂമിക കാണാം ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ. മറ്റെവിടെയോ ഒരു പ്രധാന ലക്ഷ്യങ്ങളിലേക്ക് യാത്ര, അപ്പുറത്തേക്കുള്ളൊരു ആശയവിനിമയം, അങ്ങനെ വേഗത, പ്രധാനപ്പെട്ട ചില മുന്നേറ്റങ്ങൾ, തീരുമാനമെടുക്കൽ, ചില കരാറുകൾ, ഇതുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചുള്ള ചില ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുകയാണ്. അതാണ് അത്തരത്തിൽ വരുന്നത്. അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ജീവിതം പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. മാറ്റത്തിന് തയ്യാറാവുക, അവസരങ്ങൾ പിടിച്ചെടുക്കുക, വേഗതയിൽ മുന്നോട്ട് പോവുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് വരാനിരിക്കുന്നത്. ലാസ്റ്റ് കാർഡ് 2 ഓഫ് വാണ്ട്സ് തന്നെയാണ്. അതായത് നിങ്ങളുടെ മുമ്പിൽ പുതിയ ലക്ഷ്യങ്ങൾ വരുന്നു, പുതിയ പദ്ധതിയിലേക്ക് പോകുന്നു, വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്നു, വ്യത്യസ്തമായ ചില ജീവിത മേഖലകൾ സ്വീകരിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ വ്യത്യസ്തമായ നിലപാട് വരുന്നു. അതായത് ആ വ്യക്തി ഇതുവരെ നിങ്ങളെ പരിഗണിക്കാതെയും നിങ്ങളെ കണക്കാക്കാതെയും മുന്നോട്ട് പോയെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ തീരുമാനം മാറ്റുന്നു. ആ വ്യക്തിക്ക് 2 കാര്യങ്ങളാണുള്ളത്. ഒന്നുകിൽ നിങ്ങളെ സ്വീകരിക്കാം, അല്ലെങ്കിൽ പഴയതുപോലെ നിങ്ങളെ വേണ്ടെന്ന് വെക്കാം. പക്ഷേ ആ വ്യക്തി നിങ്ങളെ സ്വീകരിക്കുന്നതിലേക്ക് പോസിറ്റീവായിട്ട് ദീർഘവീക്ഷണത്തോടെ സമീപിക്കുന്നു, എത്തുന്നു. അത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. നിങ്ങളെ സ്വീകരിച്ച് മറ്റുള്ള ചില ആളുകൾ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് ബന്ധപ്പെടാതെ വഴിതെറ്റിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോസിറ്റീവായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ പോസിറ്റീവായ ചില കാര്യങ്ങളിലേക്ക് പോയി മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് നേരത്തെ പറഞ്ഞു. ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവുന്നതാണെന്നൊന്നുമില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക.